നമ്മുടെ നാട്ടിൽ വിഷമുള്ളതും വിഷമില്ലാത്തതുമായി പല വിധത്തിലുള്ള പാമ്പുകളുണ്ട്. ഈ വിഷത്തെപ്പറ്റിയും പാമ്പുകടിയേറ്റാൽ എന്തു ചെയ്യണമെന്നുള്ളതിനെപ്പറ്റിയും പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഭൂരിഭാഗം പാമ്പുകളും വിഷമില്ലാത്തതാണ്. വളരെ കുറച്ചു മാത്രമേ വിഷമുള്ളതുള്ളൂ. അതുകൊണ്ടുതന്നെ എല്ലാ പാമ്പും കടിച്ചു കഴിഞ്ഞാൽ വിഷമേൽക്കും എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്നുതന്നെ പറയാം. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റാൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിന്റെയൊന്നും ആവശ്യമേ ഇല്ല. അതിലൊന്നാണ് ആ മുറിവിന്റെ തൊട്ടടുത്ത് കയറോ അല്ലെങ്കിൽ വള്ളിയോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വെച്ച് മുറുക്കെ കെട്ടുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് ഒരു ഗുണവും ചെയ്യില്ല എന്നതാണ് സത്യം. വിഷം അകത്തേക്ക് വ്യാപിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ കെട്ടുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും അതുകാരണം കൂടുതൽ പ്രശ്നങ്ങൾ രോഗിക്ക് ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. അതേസമയം രക്തം വ്യാപിക്കാനുള്ളത് വ്യാപിക്കുകയും ചെയ്യും. അതുപോലെ രണ്ടാമതായി ചെയ്യുന്ന കാര്യമാണ് മുറിവ് ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് മുറിച്ച് ആ ഭാഗത്തുള്ള രക്തം വലിച്ചൂറ്റി കളയുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ മുറിവ് കൂടുതൽ വലുതാകുകയും വിഷം കൂടുതൽ വ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വായ കൊണ്ടാണ് വലിച്ചൂറ്റി കളയുന്നത് എങ്കിൽ ആ സമയത്ത് വായ്ക്കകത്ത് മുറിവ് എന്തേലും ഉണ്ടെങ്കിൽ വിഷം ആ മുറിവിലൂടെ അത് ചെയ്യുന്നയാളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാൻ ഇടയുണ്ട്. അടുത്തതായി ചെയ്യുന്ന കാര്യങ്ങളാണ് മുറിവുള്ള ഭാഗത്ത് പേസ്റ്റ്, പച്ചിലകൾ എന്നിവ തേക്കുക, ആ ഭാഗത്ത് ഷോക്ക് അടിപ്പിക്കുക എന്നിവയെല്ലാം. അങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ടും യാതൊരു ഗുണവുമില്ല. ആ മുറിവ് ഉണങ്ങാനോ വിഷത്തിന്റെ ശക്തി കുറയ്ക്കാനോ അതൊന്നും ഉപകരിക്കില്ല. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പാമ്പ് കടിച്ചത് കാലിലാണ് മുറിവ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആ കാല് അനക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. കാൽ അനങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം കൂടുകയും ആ വിഷം കൂടുതൽ വ്യാപിക്കുകയും ചെയ്യും. ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ എങ്ങനെ കെട്ടും അങ്ങനെ കെട്ടിക്കൊണ്ടുപോകുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള രക്തയോട്ടം കുറയുകയും ശരീരത്തിലേക്ക് വിഷം വ്യാപിക്കുന്നത് കുറയുകയും ചെയ്യും. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആന്റി സ്നേക്ക് വെനം എന്ന് പറയുന്ന മറുമരുന്ന് കൊടുക്കുകയും ചെയ്യും. ആന്റി സ്നേക്ക് വെനം 4 തരത്തിലുള്ള പാമ്പുകൾക്കെതിരെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുക. മൂർഖൻ, അണലി, ചുരുട്ട, വെള്ളിക്കേട്ടൻ എന്നിവയാണത്. മറ്റു വിഷമുള്ള പാമ്പുകളാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഈ മരുന്ന് കൊടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പാമ്പ് കടിയേറ്റു ആശുപത്രിയിൽ എത്തുന്നവരുടെ കൂടെ അവരെ കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് സെഞ്ചിയിലാക്കി കൊണ്ടുവരുന്നത്. പക്ഷേ അതിന്റെ ഒരു ആവശ്യവുമില്ല. ആശുപത്രിയിൽ എത്തിയാൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ മറുമരുന്ന് കൊടുക്കുകയുള്ളൂ. ശരീരത്തിന് തളർച്ച തോന്നുക, കയ്യിനും കാലിനും മരവിപ്പ് തോന്നുക, കാഴ്ച മങ്ങുക, തളർന്നു വീഴുക, പാമ്പ് കടിച്ച മുറിവിൽ നിന്നും അമിതമായി രക്തസ്രാവം ഉണ്ടാവുക, മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരിക, ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് കാലിനോ കയ്യിനോ എവിടെയാണ് കടിയേറ്റതെങ്കിൽ അവിടെ കെട്ടി സ്പ്ലിന്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക.